ഒന്നും കാണുന്നില്ലല്ലോ ഇത്. വിജയേട്ടാ, എന്താ പരിപാടി? ഞാൻ ഇവിടെ കാറ്റുകൊള്ളാൻ നിൽക്കായിരുന്നു. നിർത്തിക്കോണം എന്ത് ഈ വായ്നോട്ടം. അയ്യേ, ഇത് നീ വിചാരിക്കുന്ന പോലെ വായി നോട്ടമൊന്നുമല്ല. ഇന്ന് രാത്രി 2 മണിക്ക് കാക്കനാട് വഴി ഒരു ബഹിരാകാശ പേടകം പോകുന്നുണ്ടോ? ഒരു ഏലിയൻ കുഞ്ഞിനെങ്കിലും കാണാതിരിക്കില്ല. ഓ കഷ്ടം. എന്ത് ഏലിയൻസ് ഇല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഫേക്ക് ന്യൂസിന്റെ മാത്രം പുറകെ പിടിച്ചുള്ള പോക്ക് കാണുമ്പോഴാ. ഇവിടെ ചിലപ്പോ ശരിക്കും വന്നാലോ? കഴിഞ്ഞ ആഴ്ച ഒരു ഫേക്ക് ന്യൂസ് എടുത്ത് ഗ്രൂപ്പിലിട്ട് മാനം പോയത് ഓർമ്മയുണ്ടോ? ഏത്? മായാവിയുടെ വടി തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇരിപ്പുണ്ടെന്നത്. അതെനിക്കൊരു അബദ്ധം പറ്റിയല്ലേ. അപ്പൊ എമ്പുരാനിലെ വില്ലൻ ഷാറൂഖ് ഖാൻ ആണെന്ന് പറഞ്ഞതോ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കാതെ ഒത്തന്റിക് ന്യൂസ് വായിക്ക്. ഇനിയിപ്പോ എവിടെ കിട്ടാന്ന്? മനോരമ വായിക്കണം. പക്ഷെ എന്റർടൈൻമെന്റ് എവിടെ? അതിനല്ലേ സൺഡേ സപ്ലിമെന്റ്. കല, കായികം, സാംസ്കാരികം, സാഹിത്യം, സിനിമ, അങ്ങനെ എല്ലാ മേഖലയിലും എന്റർടൈൻമെന്റ്. അതാണ് മനോരമ. അതെ, ഈ സോഷ്യൽ മീഡിയ പറയുന്നത് എല്ലാം നേരല്ല. ശരിയാ, യുവമാര് കുറെ നാളായി എന്നെ പറ്റിക്കുക. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഫേക്ക് ന്യൂസ് വായിക്കാതെ മനോരമ വായിച്ച് അറിവും വിജ്ഞാനവും നേടണം അല്ലേ? എന്നാ പിന്നെ നമുക്ക് വരിക്കാരായാലോ? മനോരമയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കുവാണെങ്കിൽ അവരുടെ ബയോയില് പുതിയ ഓഫർ എന്താണെന്ന് അറിയാൻ പറ്റും. ഇനി ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഏലിയനെ കണ്ടില്ലെങ്കിലേ പുതിയ വല്ല എന്റർടൈൻമെന്റ് തോന്നിയാലോ?